ദൈവനാമത്തിന് എന്നെന്നും മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വിശ്വാസികളെ, ഇപ്പോൾ നാം 50 നോമ്പ് ആചരിക്കുകയാണല്ലോ. ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേക യാമപ്രാർത്ഥനകളും നമസ്കാരങ്ങളും ദേവാലയങ്ങളിൽ നടത്തപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും പാപങ്ങളും ഓർത്ത് പശ്ചാത്തപിക്കാൻ ഇതൊരു അവസരവുമാണ്. സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് രാജാവ് ദൈവത്തോട് തൻ്റെ സങ്കടങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചത് നമുക്കറിയാമല്ലോ. നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. സഹനങ്ങൾ എത്രമാത്രം നമ്മെ അലട്ടുന്നുവോ അത് സഹിക്കാനുള്ള ശക്തിയും ദൈവം നൽകുന്നു. അധികം കഷ്ടതകൾ വരുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ സഹായിക്കുന്നു. മോശയും ഏലിയാവും കർത്താവും 40 നോമ്പ് ആചരിച്ചവരാണ്. നാം മാത്രമല്ല, മറ്റു മതസ്ഥരും നോമ്പിൽ വിശ്വസിക്കുന്നവരും അത് ആചരിക്കുന്നവരുമാണ്. നോമ്പാചരണം ആരോഗ്യത്തിന് മാത്രമല്ല, മനസ്സിൻ്റെ സംയമനത്തിനും പ്രയോജനപ്രദമാണ്. നമ്മുടെ പരിശുദ്ധ ബാവമാർ വനപ്രദേശങ്ങളിൽ ജലപാനമില്ലാതെ നോമ്പനുഷ്ഠിച്ചതായി ചരിത്രം പറയുന്നു. നാം എല്ലാം സ്വർഗരാജ്യം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അവിടെ എത്തണമെങ്കിൽ ഒരുപാട് കഷ്ടതകൾ സഹിക്കണം. ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിലൂടെയാണ് ക്രിസ്ത്യാനി സ്വർഗരാജ്യത്തിലെത്തുന്നത്. കഠിനമായ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ജീവിതാനുഭവങ്ങളുണ്ടാകും. ലോകത്തിൻ്റെ സുഖലോലുപതയിൽ കഴിയുന്നവർ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നതിന് തുല്യമാണെന്ന് വചനം പറയുന്നു. എന്നെ അനുഗമിക്കുന്നവൻ എൻ്റെ ക്രൂശെടുക്കട്ടെ എന്ന് യേശു തമ്പുരാൻ പറഞ്ഞു. വിശപ്പുള്ളവരെ ഊട്ടുക, വിവസ്ത്രരെ ഉടുപ്പിക്കുക, തടവിലുള്ളവരെ ആശ്വസിപ്പിക്കുക, വിലാപഭവനങ്ങളിൽ സമാധാനം കൊടുക്കുക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സാധുക്കളെ സഹായിക്കുക എന്നിവ ചെയ്യുന്നവർക്ക് സ്വർഗരാജ്യം നിശ്ചയമായി ലഭ്യമാണ്. കാരണം നമ്മെക്കൊണ്ട് ഇതെല്ലാം ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിന് വേണ്ടി എല്ലാ സൽപ്രവൃത്തികളും സഹനങ്ങളും സ്വർഗരാജ്യത്തിലേക്കുള്ള 2 ബോണസ് യോഗ്യതകളാണ്. മറ്റുള്ളവരെ കരുതുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. അവരാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ സ്നേഹിതർ. ജീവിതത്തിൻ്റെ തിരക്കിട്ട ഓട്ടത്തിനിടയിൽ നമുക്ക് ഒരുപാട് മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു. ദൈവവുമായുള്ള ആഴമായ സ്നേഹം ആദ്യം ഉറപ്പാക്കണം. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുന്നു. എത്ര വലിയ തകർച്ചയുണ്ടായാലും പ്രത്യാശാഭരിതമായ അതിജീവനം നയിക്കേണ്ടവരാണ് നാം. തിരുവചനം നിരന്തരം മനസ്സിൽ സൂക്ഷിച്ച് പ്രാവർത്തികമാക്കി പ്രാർത്ഥനയോടെ കൃപകൾ നേടണം. മാറ്റങ്ങൾ അധികമുള്ള ഈ ലോകത്ത് ദൈവവചനം മുറുകെ പിടിച്ച് തിരുത്തേണ്ടവ തിരുത്തിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം. നമുക്ക് നേരിടുന്ന വെല്ലുവിളികളും ക്ലേശങ്ങളും സങ്കടങ്ങളും എണ്ണിയിരിക്കാതെ ലോകത്തെ ജയിച്ചവനെ ചേർത്ത് പിടിക്കുക. കാറ്റ് നോക്കിയിരിക്കുന്നവൻ വിതയ്ക്കുകയോ മേഘങ്ങളെ നോക്കിയിരിക്കുന്നവൻ കൊയ്യുകയോ ഇല്ല എന്ന് സഭാപ്രസംഗി 11:4 പറയുന്നു. സംഘർഷങ്ങളുടെ കടൽ തീരത്തും ഒരുക്കത്തോടെ ഇരിക്കുന്നവർക്കാണ് ദൈവകൃപയുടെ സാധ്യതകൾ തെളിയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നല്ല ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ നന്മകളുടെ കൂടെ തിന്മകളും നമ്മളിൽ അറിയാതെ കുടിയേറും. നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. 1 പത്രോസ് 5:8 പറയുന്നു. നമ്മുടെ മാനസാന്തര ജീവിതം കുമ്പസാരത്തിലും കുർബാനാനുഭവത്തിലും കൂട്ടായ്മകളിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ ലഭിച്ചിട്ടുള്ള ദാനങ്ങൾ സഹജീവികളിലൂടെ മാനസാന്തര ഫലം പുറപ്പെടുവിക്കുന്ന വിത്തുകളാകണം. ദൈവവചനങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ നമ്മുടെ ജീവിത പ്രയാണം തുടരാം. ആയതിന് ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.